പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് സങ്കീർത്തനം 27 അധ്യായം അതിൻ്റെ 13, 14 വാക്യങ്ങൾ, Psalms 27 verses 13 and 14. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞെ, ചില സമയം ജീവിതം ഔട്ട് ഓഫ് കൺട്രോളായി. എൻ്റെ ജീവിതത്തിലെ ഈ അനുഭവം അല്ലെങ്കിൽ എൻ്റെ തലമുറയുടെ ഈ വിഷയം ഔട്ട് ഓഫ് കൺട്രോളായി എന്ന് നിനക്ക് തോന്നുന്നത്, അത് ജീവിതത്തിലെ ഒരു വലിയ ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു വെല്ലുവിളി വരുമ്പോൾ ഓർക്കണേ, ഹല്ലേലൂയ, ദൈവത്തിന് നമ്മുടെ സാഹചര്യം ചേഞ്ച് ചെയ്യുവാൻ ഉണ്ടെങ്കിൽ അവനത് ചെയ്യും. ദൈവത്തിന് നമ്മുടെ നന്മയെ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് നിൻ്റെ സിറ്റുവേഷൻ അവൻ ചേഞ്ച് ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് വെറുതെ എന്തിനാ ഭാരപ്പെടുന്നത്? നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയായിട്ടുള്ളൊരു കർത്താവ് നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനാ നിരാശപ്പെടുന്നത്? നമ്മൾ എന്തിനാ വിഷാദിക്കുന്നത്? ക്യാൻ യു ഹോൾഡ് ഓൺ ടു ദ വൺ ഹു കുഡ് ഹെൽപ്പ് us? ഗോഡ് ഈസ് ഗുഡ്, അത് വിശ്വസിക്കുന്നില്ലേ? ഗോഡ് ഈസ് ഇൻ കൺട്രോൾ, അത് വിശ്വസിക്കുന്നില്ലേ? പിന്നെ എന്തിനാ ഭാരപ്പെട്ടു പോകുന്നത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ കോവിഡ് പാൻഡമിക് വന്നത്? പ്രൈസ് ഗോഡ്. ഞങ്ങളൊക്കെ ഒത്തിരി ഭാരപ്പെട്ട സമയമായിരുന്നു. എന്നാൽ ഒരു ഡിപ്രഷനിലേക്കും പോകാതെ ഇത്രത്തോളം നമ്മെ ദൈവം കൊണ്ടുവന്നില്ലേ? പലപ്പോഴും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ വരുമോ എന്ന് പോലും സംശയിച്ചു പോയിട്ടുണ്ടല്ലേ? ഞങ്ങളുടെ ചേർച്ചിലെ 3 പേരോളം കോവിഡ് വന്ന് മരിച്ച് അവരുടെ ശവസംസ്കാരം അല്ലായിരുന്നു, ക്രിമേറ്റ് ചെയ്യുമായിരുന്നു ബോഡി. അതൊക്കെ ജീവിതത്തിൽ ആ കാലഘട്ടങ്ങളിൽ വലിയ ഷോക്കായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്യുവാൻ കഴിയാതെ വണ്ണമായിപ്പോയ ദിവസങ്ങൾ നാമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലേ? പക്ഷെ ആ കാലഘട്ടങ്ങളിൽ നാം മുട്ടിന്മേൽ നിന്ന് അത്രയും ഇന്ന് നിൽക്കുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. എത്ര പ്രാവശ്യം ആ ബൈബിളിനകത്തേക്ക് നമ്മൾ ഡൈവിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതം മുഴുവനും ആശ്രയിച്ചിരുന്നത് അതിനകത്തല്ലേ? ആ ദൈവത്തിലല്ലേ? ആ വചനത്തിലല്ലേ? ഹല്ലേലൂയ. കർത്താവ് എഴുതി ചേർത്തുകൊണ്ടിരുന്നതും എഴുതി നമ്മെ കാണിച്ചുകൊണ്ടിരുന്നതും നമ്മുടെ ചെവിയിൽ മന്ദമായി സംസാരിച്ചു കൊണ്ടിരുന്നതുമൊക്കെ ആ കാലഘട്ടങ്ങളിൽ നമ്മെ നിലനിർത്തിയില്ലേ? ഓരോ ദിവസം കഴിയുമ്പോൾ, ഓരോ ആഴ്ച കഴിയുമ്പോൾ, ഹല്ലേലൂയ, നാം എഴുതിക്കൊണ്ടിരുന്ന, ഞാൻ എന്നെ സംബന്ധിച്ച് പറയുക, ഞാൻ നോട്ട്സ് എഴുതിക്കൊണ്ടിരുന്ന എൻ്റെ നോട്ട്ബുക്കൊക്കെ അങ്ങ് നിറയുക. ഹല്ലേലൂയ. സ്പീഡിൽ പല കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത് തന്നത് ഒന്നും മിസ് ചെയ്ത് പോകാതെ ഹല്ലേലൂയ എഴുതി വെക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇന്നും ആ നോട്ട്ബുക്കിൽ അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. സ്റ്റോറി ആഫ്റ്റർ സ്റ്റോറി of people who loved God but felt as if their lives were out of control. പക്ഷെ ദൈവം അവരോടുകൂടെയൊക്കെ ഇരുന്നു. ഓരോ മൊമെൻറ്റിലും, ഓരോ ദിവസവും. ഗുജറാത്തിലുണ്ടായിരുന്ന സജി മാത്യു പാസ്റ്ററിൻ്റെ സുശേഷത്തിന് വേണ്ടി അധ്വാനിച്ചിരുന്ന പ്രിയ സിസ്റ്റർ ജാനറ്റ് കോവിഡ് വന്ന് മരണമടയപ്പെട്ടതൊക്കെ ജീവിതത്തിലേറെ കുത്തിയിരുന്ന് ചിന്തിക്കുവാൻ എൻ്റെ കൊണ്ടം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ പലതും ചിന്തിച്ചപ്പോഴും പഠിച്ചപ്പോഴും അവിടെയെല്ലാം ഐ സോ ദാറ്റ് ജീസസ് വാസ് ദെയർ. കർത്താവ് അറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിരിക്കുന്നത്. ഏത് ദൈവം
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായം വരെ നിറഞ്ഞു നിന്നോ? ആ കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവൻ നിറഞ്ഞു നിന്നില്ലേ? ദൈവത്തിന് എപ്പോഴും നമ്മെക്കുറിച്ച് ഒരു പ്ലാനുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചില സമയങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ ലൈഫ് ലൈനായിട്ട് നമ്മുടെ കണ്ണിൽ തിളങ്ങി നിന്ന് ശോഭിച്ച് നിന്ന ചില ദൈവവചന ഭാഗങ്ങളുണ്ടല്ലോ, അതിന്നും നമ്മുടെ ഒരു ലൈഫ് ലൈനല്ലേ? ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? വി ഷുഡ് വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ദ ലോർഡ്. വി ഷുഡ് ബി ബ്രേവ് ആൻഡ് കറേജിയസ്. നമ്മുടെ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടരുത്. എബ്രായ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശ ഒരിക്കലും നാം കൈവിടരുത്. അന്ത്യം വരെയും നാം അത് സൂക്ഷിക്കണം. നമ്മളെപ്പോൾ സ്ട്രഗിൾ ചെയ്താലും തിരുവചനം നാം തുറക്കണം. ബൈബിള് തുറന്ന് വായിക്കാൻ സിസ്യാൻ്റെ എന്തോ ഒരു ബേസിക്കായി പറയുന്നത്. ഇത് ഞങ്ങൾക്കറിയാവുന്നതല്ലേ? അങ്ങനെ വിചാരിക്കരുതേ. ഇറ്റ് ഈസ് ലൈഫ് ആൻഡ് ബ്രെത്ത്. അല്ലല്ല, നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് സെൽഫ് ഡൗട്ട് വരും, ഇൻസെക്യൂരിറ്റി ഫീലിങ്. അല്ലല്ല, അങ്ങനെയെല്ലാം വരുമ്പോൾ നമുക്ക് നങ്കൂരം ഇടുവാൻ, നമുക്ക് ആങ്കർ ചെയ്യുവാനായിട്ടുള്ളത് ദൈവവചനമാണ്. ഓർക്കണം കുഞ്ഞെ, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ചിലപ്പോൾ നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, ആരും എന്നെ കാണുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അല്ല കുഞ്ഞെ, അല്ലല്ലേ. ഫീലിങ്സ് എന്ന് പറയുന്നത് ഞാൻ പറയും ലോകത്തിലെ ഏറ്റവും വലിയ നുണയാണ്, ശക്തിയുള്ള നുണയന്മാരാണ് ഫീലിങ്സ്. പ്രൈസ് ഗോഡ്. ദാവീദ് ഒത്തിരി സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ സങ്കീർത്തനത്തിലൊക്കെ ദാവീദ് അവസാനം ദൈവത്തിൽ നിന്ന് പ്രത്യാശയും കംഫർട്ടും ആശ്വാസവും പ്രാപിച്ചെടുത്തിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ അവൻ ഒറ്റപ്പെട്ടു പോയ, അവൻ അബാൻഡൻഡായിപ്പോയോ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു പോയോ എന്നൊക്കെ തോന്നിയ അനേക സന്ദർഭങ്ങൾ, തൻ്റെ കൂട്ടുകാരുപേക്ഷിച്ചു, തൻ്റെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു, ദൈവവും ഉപേക്ഷിച്ചല്ലോ എന്ന് പോയിട്ട് ഒക്കെ തനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് സങ്കീർത്തനം 13-ന്റെ 1-2 വാക്യത്തിൽ പറയുന്നത്, യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? പ്രൈസ് ഗോഡ്. താനങ്ങ് ചോദിക്കുക. പിന്നെ താന് 3-ാം അധ്യായ വാക്യത്തിൽ പറയുന്നു, 13-ന്റെ 3 സങ്കീർത്തനം, എൻ്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരം അരുളണമേ, ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ. ചോദ്യങ്ങളെല്ലാം ചോദ്യങ്ങളാണ്. പ്രൈസ് ഗോഡ്. ദൈവം മറന്നുപോയെന്ന് അവൻ ഓർത്തു. അവൻ്റെ കംപ്ലൈൻറ്റ് കേൾക്കാൻ ആരുമില്ലെന്ന് അവൻ ഓർത്തു. അവനങ്ങ് എക്സോസ്റ്റഡായി, അവനങ്ങ് ഡിപ്രസ്ഡായി. ശൗലിൻ്റെ അടുക്കൽ നിന്ന് അനേക സന്ദർഭങ്ങളിൽ അവൻ ഓടിയാകുന്ന രക്ഷപ്പെടേണ്ടി വന്നു. കാരണം ശൗലനെ കൊല്ലുവാനായിട്ട് നോക്കുക. പ്ലീസ് ഗോഡ്. തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമെത്തിയെന്ന് താൻ ഓർത്ത അനേക സന്ദർഭങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവം എന്നെ നാളെ സഹായിക്കണമെന്നല്ല അവൻ്റെ ആഗ്രഹം. അപ്പോൾ അതുപോലെ എമർജൻസി സഹായങ്ങൾ ആവശ്യമായ സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. ഹി നീഡ്സ് ഹെൽപ്പ് ആൻഡ് ഹി നീഡ്സ് ഇറ്റ് നൗ. ഇൻ ഹിസ് ഡെസ്പറേഷൻ, ഫീലിംഗ് സോ എലോൺ, ഹി ക്രൈസ് ഔട്ട് ടു ഗോഡ്. സങ്കീർത്തനം 25 നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ കരച്ചിൽ കാണാം. സങ്കീർത്തനം 25 അതിൻ്റെ 16-17 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു, എൻ്റെ മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കുഞ്ഞെ, നീ വേദനയോടെ നീ ക്രൈ ഔട്ട് ചെയ്യുമ്പോൾ, യേശുവേ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞ് നീ നിലവിളിക്കുമ്പോൾ, നിൻ്റെ സിറ്റുവേഷന് ഒരു ചേഞ്ച് കാണണമെന്ന് നീ ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് തൻ്റെ മുഖം തിരിച്ചു കളയത്തില്ല. കർത്താവ് നമ്മെ നോക്കും, അവൻ നമ്മെ സഹായിക്കും. നമ്മുടെ വേദനയുടെ വെയിറ്റ് അവന് മനസ്സിലാകും. വി ആർ നെവർ എവർ എലോൺ, ഈവൻ വെൻ ഇറ്റ് ഫീൽസ് ആസ് എഫ് വി ആർ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ചില സമയത്ത്
ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. ഐ ഫീൽ സോ എലോൺ. താങ്ക് യു ദാറ്റ് യു ആർ ഹോൾഡിങ് മീ ഇൻ ദ വെയിറ്റിംഗ് ടൈം. ഞാൻ നിൻ്റെ ഉത്തരത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴും നീ എന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് കൂടെ ഇരിക്കണം, കർത്താവ് സഹായിക്കണം, ഉത്തരമരളണം, ധൈര്യത്തോടെ നിൽപ്പാൻ നീ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.